ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൈനാപ്പിൾ പഴം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു ബൗൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൈനാപ്പിളിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത ജ്യൂസും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൈനാപ്പിൾ പഴം ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഴം മിക്സിയിലിട്ട് കറക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറുപഴമാണ് എടുത്തേക്കണത്. ചെറുപഴം തന്നെ വേണമെന്നില്ല. റോബസ്റ്റ് പഴം, പൂവമ്പഴം, അങ്ങനെ ഏത് പഴമായാലും കുഴപ്പമില്ല. അപ്പോൾ പഴം 2 എണ്ണം ഞാൻ ചെറുപഴം ആയ കാരണം 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ് ആണെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും. വലിപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് പഴം എടുക്കുക. അപ്പോൾ അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് പഴമെല്ലാം നന്നായി മിക്സായി വരുമ്പോഴാണ് നമ്മുടെ പൈനാപ്പിൾ പഴം ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പഴവും പൈനാപ്പിൾ ജ്യൂസ് എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ജ്യൂസിന് ഇനിയും തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.